മക്കളെ പ്രസവിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യ മരിച്ച ഒരു മനുഷ്യൻ. ഈ മനുഷ്യനാണ് പിന്നീട് ആ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതും മക്കളെ നോക്കുന്നതും എല്ലാം. അങ്ങനെ ഒരു ദിവസം രാവിലെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ വന്ന് അടുക്കള വാതിൽ തുറന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ മനുഷ്യൻ അവിടെ ഒരു കാഴ്ച കാണുകയാണ്. ആ അടുക്കളയിൽ ആ കാഴ്ച കണ്ടിട്ട് ആ മനുഷ്യൻ തലയിൽ കൈവച്ചു പോയി. എന്താണ് ആ മനുഷ്യൻ അവിടെ കണ്ട കാഴ്ച? വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാവിലെ സമയം 8:30. അവിടെ കാവ്യ എന്ന ഒരു പെൺകുട്ടി അവരുടെ ബന്ധുവായ മറ്റൊരു പെൺകുട്ടിക്ക് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുകുൾ വീട്ടിൽ വന്ന് അച്ഛനെയും അനിയനെയും കൊന്നു. ഞാൻ എങ്ങനെയോ ഇവിടെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും കൂടി ഇവിടേക്ക് വരണം. ഇത് കേട്ട ആ പെൺകുട്ടി കാവ്യയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടൻ തന്നെ മറ്റ് റിലേറ്റീവ്സിനെയൊക്കെ വിവരം അറിയിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ആ വീട് അടച്ചിട്ടിരിക്കുകയാണ്. കതക് തട്ടി മുറക്കെ വിളിച്ചുമൊക്കെ ബന്ധുക്കൾ ആ ഫ്ലാറ്റിനകത്തേക്ക് കയറാൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇത് കേട്ട് അയൽപക്കക്കാരൊക്കെ അവിടെ കൂടി. അപ്പോഴാണ് അതിൽ ചിലർ പറയുന്നത്, വീടിനകത്ത് നിന്നും രാവിലെ അലറിയുള്ള വിളിയും ബഹളവും ഒക്കെ കേട്ടിരുന്നു. പക്ഷേ ഈ ബഹളം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആരും നോക്കിയില്ല. ഇത് കേട്ട് റിലേറ്റീവ്സിന് എന്തോ പന്തികേട് തോന്നി. അവർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസ് അതിവേഗം അങ്ങോട്ടേക്ക് ചെന്നു. കതക് പൊളിച്ച് ഫ്ലാറ്റിനകത്ത് കയറിയ പോലീസിന് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. അടുക്കളയിലെ തറയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അത് കാവ്യയുടെ അച്ഛൻ രാജ്കുമാറിൻ്റേതായിരുന്നു. അതിനുശേഷം കാവ്യയുടെ അനിയൻ 8 വയസ്സുകാരൻ ധനുഷിനെ പോലീസ് അവിടെയൊക്കെ തിരയാൻ തുടങ്ങി. അലമാരയിലും കട്ടിലിനടിയിലും ഒക്കെ നോക്കിയെങ്കിലും ഒരിടത്തും കാണാനില്ല. അപ്പോഴാണ് ഹാളിലിരുന്ന് ഫ്രിഡ്ജ് പോലീസ് കാണുന്നത്. അത് തുറന്ന് നോക്കിയപ്പോൾ പോലീസ് വീണ്ടും ഞെട്ടുകയാണ്. ഈ 8 വയസ്സുകാരൻ ധനുഷിൻ്റെ ബോഡി ഫ്രിഡ്ജിൽ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് അതിന് മീതെ ഒരു ബെഡ്ഷീറ്റും കൂടെ മൂടി വച്ചിരിക്കുകയാണ്. ഇത് കണ്ട ബന്ധുക്കൾ കരഞ്ഞു വിളിച്ച് പോലീസിനോട് പറഞ്ഞ പേര് മുകുളിൻ്റേതായിരുന്നു. മുകുളായിരിക്കും ഇത് ചെയ്തത് എന്ന് പറഞ്ഞ അവരോട് പോലീസ് അയാളെപ്പറ്റി അന്വേഷിച്ചു, ആരാണ് ഈ മുകുളെന്ന്. അപ്പോഴാണ് ഈ വോയിസ് മെസ്സേജ് പോലീസിന് റിലേറ്റീവ്സ് കേൾപ്പിക്കുന്നത്. അപ്പോഴാണ് കാവ്യ എവിടെ എന്ന ചോദ്യം എല്ലാവരിലും വരുന്നത്. അവളെ ആ വീട്ടിലൊക്കെ പരതിയെങ്കിലും എങ്ങും കാണാനില്ല. മുകുൾ അവളെ കിഡ്നാപ്പ് ചെയ്തു കാണുമെന്ന് എല്ലാവരും പറഞ്ഞു. കാരണം ഇതിനു മുന്നും മുകുളിൻ്റെ പേരിൽ നേരത്തെ തന്നെ ഒരു റേപ്പ് കേസുണ്ട്. എങ്ങനെയെങ്കിലും അവളെ അവനിൽ നിന്നും രക്ഷിക്കണമെന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ കാവ്യയെ രക്ഷിക്കാനും മുകുളിനെ പിടിക്കാനും ശ്രമം നടത്തിയ പോലീസിനെ കാത്ത് വലിയൊരു ട്വിസ്റ്റാണ് ഇരുന്നത്. ഇടയ്ക്ക് രാജ്കുമാറിൻ്റെയും ധനുഷിൻ്റെയും ബോഡി ഓട്ടോപ്സിക്ക് ആംബുലൻസ് കയറ്റി വിടുകയാണ്. ശേഷം ആ വീട് ഒന്നും കൂടി പരിശോധിച്ച പോലീസിന് ഒരു രക്തക്കറയും ആ വീട്ടിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ എങ്ങനെ ഈ 2 കൊലയും ചെയ്തു എന്ന് പോലീസിന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അങ്ങനെ ഇരിക്കെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. അതിൽ പറയുന്നത് രാജ്കുമാറിൻ്റെ തലയിൽ 10 മുറിവുകളും കൂടാതെ തല പൊട്ടിയ നിലയിലുമാണ്. ധനുഷിൻ്റെ ബോഡിയിലാണെങ്കിൽ മുറിവുകളുമുണ്ട്, തലയിൽ 6 വലിയ മുറിവുകളും ഉണ്ടെന്നാണ്. ധനുഷ് ഫ്രിഡ്ജിനുള്ളിൽ വച്ച് തന്നെ കുറച്ച് നേരം കഴിഞ്ഞ ശേഷമാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതായത് ജീവനോടെ ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ പോയിരിക്കുന്നത്. ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങളും ഓട്ടോപ്സി റിപ്പോർട്ടിലെ കാര്യങ്ങളും വെച്ച് പോലീസ് ഏകദേശം ചില സൂചനകൾ എത്തുകയാണ്. ഇനി ഈ അച്ഛനെയും മക്കളെയും പറ്റി പറയാം. ജബൽപൂരിലെ ഒരു റെയിൽവേ ക്വാർട്ടേഴ്സാണ് മില്ലിനിയം കോളനി. അവിടെ 52 വയസ്സായ രാജ്കുമാർ, അയാളുടെ മകളായ 16 വയസ്സുകാരി കാവ്യ, ഇളയ മകനായ 8 വയസ്സുകാരൻ ധനുഷ്, ഇവർക്കൊപ്പം ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുകയാണ്. രാജ്കുമാർ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇയാളുടെ ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അതിനുശേഷം മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷമാണ് ഇയാൾ ഡ്യൂട്ടിക്കൊക്കെ പോയിരുന്നത്. റിലേറ്റീവ്സൊക്കെ കുറച്ച് അകലെ ആയതിനാൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് നോക്കേണ്ട അവസ്ഥ വന്നത്. ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന 19 വയസ്സുകാരൻ മുകുൾ പാരൻസുമായിട്ട് ആ കോളനിയിൽ തന്നെയായിരുന്നു താമസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മുകുൾ കാവ്യയെ കാണുന്നത്. കണ്ട മാത്രയിൽ തന്നെ അവന് കാവ്യയെ ഇഷ്ടപ്പെട്ടു.
കാവ്യ സ്കൂളിൽ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും ഒക്കെ അവളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത് കാവ്യ അവളുടെ അച്ഛനോട് പറയുകയാണ്. രാജ്കുമാർ മുകുളിൻ്റെ പാരൻസിനോട് ഇവനെ ഒന്ന് വാൺ ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷേ എന്നാൽ അവരത് മൈൻഡ് ചെയ്തില്ല. മുകുൾ ഈ ശല്യപ്പെടുത്തൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. സഹികെട്ട രാജ്കുമാർ പോലീസിൽ പരാതിപ്പെട്ടു. കാവ്യ മൈനർ ആയതുകൊണ്ടും രാജ്കുമാറിൻ്റെ കംപ്ലൈൻറ്റ് അത്ര സ്ട്രോങ് ആയതുകൊണ്ടും പോലീസ് ഇവനെ പിടിച്ച് ജയിലിലടയ്ക്കുകയാണ്. ഈ കൊല നടക്കുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മുകുൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയ മുകുൾ മുൻപും ജിമ്മിലൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിരുന്ന ശീലമൊക്കെ മാറ്റി പിന്നീട് ഫുൾ ടൈം ക്രൈം ത്രില്ലർ മൂവീസൊക്കെ കാണുകയാണ്. ജയിലിലെ മറ്റ് സഹതടവുകാരിൽ നിന്നും ഒരു കൊല എങ്ങനെ ചെയ്യാമെന്നും അത് എങ്ങനെ മറയ്ക്കാമെന്നുമുള്ള ക്ലാസ് കിട്ടിയ മുകുൾ കാവ്യയുടെ അച്ഛനായ രാജ്കുമാറിനെ വകവരുത്താൻ തീരുമാനിച്ചു. അതിനായി അവൻ കൊല ചെയ്യാനുള്ള വെപ്പൺസും പോളിത്തീൻ കവറുകളും ഒക്കെ വാങ്ങിച്ച് ബാഗിലെടുത്ത് വെച്ച് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ആരും അറിയാതെ കാവ്യയുടെ വീട്ടിൽ ആ ഫ്ലാറ്റിൽ കയറുകയാണ്. ഒരു മുറിയിൽ എന്നിട്ട് ഇവൻ പോയി ഒളിച്ചിരിക്കുന്നു. രാവിലെ ഒരു 7:30 ആയപ്പോൾ രാജ്കുമാർ മക്കൾക്കും തനിക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് വരികയാണ്. അടുക്കള വാതിൽ തുറന്ന് പാചകം ചെയ്യാൻ ഒരുങ്ങിയതും മറ്റൊരു മുറിയിൽ ഒളിച്ചിരുന്ന ഈ മുകുൾ അടുക്കളയിലേക്ക് വന്നിട്ട് അവൻ്റെ കയ്യിലിരുന്ന ഒരു വെപ്പൺ ഉപയോഗിച്ച് അയാളുടെ തലയിൽ ശക്തമായിട്ട് അടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ തിരിഞ്ഞു നോക്കിയ രാജ്കുമാറിൻ്റെ തലയിൽ കത്തി കൊണ്ട് 10 തവണ ഇയാൾ കുത്തി. കുറച്ചു നേരത്തിനകം തന്നെ തറയിൽ വീണ് പിടഞ്ഞ് അയാൾ മരണപ്പെട്ടു. അടുക്കളയിലും ചുമരിലുമൊക്കെ രക്തം ചീറ്റി ഒഴുകി തെറിച്ചിരുന്നു. അതിനുശേഷം മറ്റൊരു മുറിയിൽ ഒന്നും അറിയാതെ കളിച്ചുകൊണ്ടിരുന്ന 8 വയസ്സുകാരൻ ധനുഷിനെയും തലയ്ക്കടിച്ചു. 6 തവണയാണ് തലയ്ക്കടിച്ചത്. ദേഹം ആസകലം മുറിവുകളും ഉണ്ടാക്കി. ആ സമയത്ത് ധനുഷ് അച്ഛാ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരഞ്ഞ ശബ്ദമാണ് പുറത്ത് അയൽവാസികൾ കേട്ടത്. എന്നാൽ എപ്പോഴും ആ ഫ്ലാറ്റിൽ നിന്നും ഇങ്ങനെ ഒച്ച വരുന്നത് കാരണം ആരും അധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ ആ കെട്ടിടത്തിലെ വാച്ച്മാൻ ഇത് കേട്ട് പോയി നോക്കുകയാണ്. അയാൾക്ക് പോയി നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അയാൾ പോയി ആ ഫ്ലാറ്റിന് പുറത്തു വന്ന് കതക് തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് കുറച്ച് അയൽപക്കക്കാരും കൂടെ അവിടെ എത്തി. ഫ്ലാറ്റിന് പുറത്ത് ആൾക്കാർ വന്നു എന്ന് മനസ്സിലാക്കിയ മുകുൾ ഉയിരിനായി തുടിച്ചുകൊണ്ടിരുന്ന ധനുഷിനെ അടിക്കുന്നത് നിർത്തി. ധനുഷിനെ അവൻ കൊണ്ടുവന്ന പോളിത്തീൻ ബാഗിൽ പൊതിഞ്ഞ് ബെഡ്ഷീറ്റിൽ മൂടി ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെച്ചു. കുറച്ച് സമയമായിട്ടും പിന്നീട് ആ ഫ്ലാറ്റിനകത്തു നിന്നും ഒരു ശബ്ദവും കേൾക്കാത്തതിനെ തുടർന്ന് വാച്ച്മാനും അയൽപക്കക്കാരും എല്ലാം അവിടെ നിന്ന് പോയി. എല്ലാവരും പോയി എന്ന് മനസ്സിലായതോടെ മുകുൾ ഒന്ന് റിലാക്സ്ഡ് ആവുകയാണ്. അതിനുശേഷം അടുക്കളയിലെ ബ്ലഡ് എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് മുകുൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇത് പോലീസ് മനസ്സിലാക്കുന്നത് CCTV ഫുട്ടേജിൽ നിന്നുമാണ്. പോലീസ് ഈ കൊലയ്ക്ക് ശേഷമാണ് കാവ്യയുടെ വോയിസ് മെസ്സേജ് റിലേറ്റീവ്സായ ആ പെൺകുട്ടിക്ക് ഇട്ടത് എന്ന് മനസ്സിലാക്കി. ഈ കൊലയ്ക്ക് ശേഷമാണ് കാവ്യയുടെ വോയിസ് മെസ്സേജ് റിലേറ്റീവായ പെൺകുട്ടിക്ക് വന്നത്. ഇനി അറിയേണ്ടത് കാവ്യയ്ക്ക് എന്തു പറ്റി എന്നാണ്. CCTVയിൽ നിന്നും മുകുൾ കോളനിയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്കൂട്ടിയിൽ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ കിട്ടി. എന്നാൽ അതേസമയം ആ സ്കൂട്ടി പുറത്തു പോയി നിമിഷങ്ങൾക്കകം കാവ്യയും പുറത്തു പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. അവൾ കോളനിക്ക് പുറത്തു പോയിട്ട് ഒരു വണ്ടിയിൽ കയറിയാണ് എങ്ങോട്ടോ പോയിരിക്കുന്നത്. അത് മറ്റൊരു വണ്ടിയുമല്ല, മുകുൾ പോയ ആ സ്കൂട്ടി തന്നെയായിരുന്നു. സ്വന്തം അച്ഛനെയും അനിയനെയും ഇത്ര നിഷ്ഠൂരമായിട്ട് കൊന്ന കൊലപാതകിയുടെ പിന്നിലിരുന്നാണ് അവൾ പോയിരിക്കുന്നത്. ഇതിൽ ശരിക്കും സംഭവിച്ചത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാവ്യയെ മുകുളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് രാജ്കുമാർ മുകുളിൻ്റെ പാരൻസിനോട് മുകുളിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ മുകുൾ വീണ്ടും കാവ്യയെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴോ ഇവർ തമ്മിലൊരു ഇഷ്ടം ഉണ്ടാവുകയാണ്. അങ്ങനെ മുകുളിൻ്റെ കൂടെ കാവ്യ ചാറ്റ് ചെയ്യാനും കറങ്ങി നടക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഭോപ്പാൽ വരെ ഇവർ ഒരുമിച്ചൊരു ദിവസം കറങ്ങാൻ പോവുകയാണ്. ഈ വിവരം രാജ്കുമാർ അറിഞ്ഞു. അയാൾ ഉടനെ തന്നെ പോലീസിൽ തൻ്റെ മകളെ മുകുൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണ്. ഇതോടെയാണ് ഇവൻ അറസ്റ്റിലാവുന്നത്. ഈ വൈരാഗ്യം മുകുളിന് മാത്രമല്ല കാവ്യയ്ക്കും രാജ്കുമാറിനോടുണ്ടായിരുന്നു. അയാൾ അങ്ങനെ ചെയ്തതിനും വ്യക്തമായ കാരണമുണ്ടായിരുന്നു. പൊതുവെ ഈ മുകുളിനെ പറ്റി വളരെ മോശം അഭിപ്രായമായിരുന്നു ആ കോളനിയിൽ എല്ലാവർക്കും. ഇവൻ്റെ സ്വഭാവ രീതികളൊന്നും ശരിയല്ലായിരുന്നു.
അവൻ്റെ കുടുംബത്തിന് ആ കോളനിയിൽ നിന്ന് തന്നെ താമസം മാറ്റാനായിട്ട് ഇത് റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് ഗവൺമെൻറ്റിനോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അത് നടന്നില്ല. ഇനി മുകുളും കുടുംബവും ഇവിടെ നിന്നും മാറിയില്ലെങ്കിലും തൻ്റെ മകളെ തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റും എന്ന തീരുമാനത്തിൽ രാജ്കുമാർ എത്തിയിരുന്നു. ഇതും കൂടെ ആയപ്പോഴാണ് ഇവർ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു കൊലകൾ നടത്തുന്നത്. ഇവരെ തപ്പി നടന്ന പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഇവർ 3 ദിവസം കഴിഞ്ഞിട്ട് പൂനെയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതിനർത്ഥം ഇവർ പൂനെയിലാണ്. ഉടൻ തന്നെ പോലീസ് ടീം അങ്ങോട്ടേക്ക് പോയെങ്കിലും അവിടെ അവരില്ല. ആ സമയത്ത് മുകുളിൻ്റെ ടവർ ലൊക്കേഷൻ പൂനെയിൽ നിന്നും വിശാഖപട്ടണം, അവിടെ നിന്നും ഗോവ, ഗോവയിൽ നിന്നും മുംബൈ, മുംബൈയിൽ നിന്നും പിന്നീട് കർണാടക എന്നുവരെ കാട്ടി. അതിനുശേഷം ടവർ ലൊക്കേഷൻ കാണിക്കുന്നില്ല. ഇതുവരെയും പോലീസിന് ഇവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത്. 8 ടീമായിട്ടാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവരെ കണ്ടുപിടിച്ചാൽ മാത്രമേ മുകുൾ മാത്രമാണോ ഈ കൊലയിൽ പങ്കെടുത്തിരുന്നത് അതോ കാവ്യയും കൂടെ അതിനൊപ്പം ചേർന്നിരുന്നോ എന്ന് അറിയാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഒരച്ഛനെന്ന നിലയിൽ കഴിവിൻ്റെ പരമാവധി ഇത്രയും മോശപ്പെട്ട ഒരു ചെറുപ്പക്കാരനിൽ നിന്നും തൻ്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ എല്ലാ വഴിയിൽ കൂടിയും ശ്രമം നടത്തി. എന്നാൽ ഒന്നും അറിയാത്ത ആ 8 വയസ്സുകാരൻ എന്ത് പിഴച്ചു എന്നതാണ് കഷ്ടം. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.